നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. 294 പേരുടെ മരണത്തിനിടയാക്കിയ ഗുജറാത്തിലെ ആകാശ ദുരന്തം. വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത നായരുടെ പത്തനംതിട്ടയിലെ വീട്ടിലും നാട്ടിലും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. അമ്മയെയും പറക്കമുറ്റാത്ത മക്കളെയും ആശ്വസിപ്പിക്കാനാവാതെ നാട്ടുകാർ. 294 പേരുടെ ജീവൻ പൊലിഞ്ഞ മഹാദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1976 വിമാനാപകടത്തെ ഓർത്തെടുക്കുകയാണ് മലയാളികൾ. നടിയും നർത്തകിയുമായിരുന്ന റാണി ചന്ദ്രയും കുടുംബവും മരണപ്പെട്ടത് 76 വിമാനാപകടത്തിൽ. പ്രസിദ്ധമായ ആലപ്പുഴ നെഹ്റു ട്രോഫി ജലമേള ഓഗസ്റ്റ് 30 തന്നെ നടത്താൻ തീരുമാനം. NDBR സൊസൈറ്റിയുടെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്നാണ് തീയതിയിൽ വ്യക്തതയായത്. ചേർത്തല നഗരസഭയുടെ ആനനിറവേളിയിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രം ഇനി മുതൽ ഹരിത ഉദ്യാനം എന്ന പേരിൽ അറിയപ്പെടും. മുൻ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ നാമകരണ പ്രഖ്യാപനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭയിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുവെന്ന് ആരോപണം. BJP പ്രവർത്തകർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിനിടെ പോലീസുമായി ഉന്തുതള്ളു. സംസ്ഥാന ഗവൺമെൻറ് നെൽകർഷകരോട് കടുത്ത അവഗണന കാട്ടുന്നുവെന്ന ആരോപണം. നെൽകർഷക സംരക്ഷണ സമിതി നിലമ്പൂരിൽ സർക്കാരിനെതിരെ പ്രചരണം നടത്തുമെന്ന് ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. 294 പേരുടെ മരണത്തിനിടയാക്കിയ ഗുജറാത്തിലെ ആകാശ ദുരന്തം. വിമാനാപകടത്തിൽ മരണപ്പെട്ട മലയാളി നഴ്സ് പത്തനംതിട്ടയിലെ രഞ്ജിത R നായരുടെ വീട്ടിലും നാട്ടിലും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. അമ്മയെയും പറക്കമുറ്റാത്ത മക്കളെയും ആശ്വസിപ്പിക്കാനാവാതെ വീട്ടുകാരും നാട്ടുകാരും. $294 പേരുടെ മരണത്തിനിടയാക്കിയ ഗുജറാത്തിലെ ആകാശ ദുരന്തം. വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത നായരുടെ പത്തനംതിട്ടയിലെ വീട്ടിലും നാട്ടിലും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. പത്തനംതിട്ട പുല്ലാട് കൊഞ്ഞോൺ വീട്ടിൽ 40 വയസ്സുള്ള രഞ്ജിത G നായരുടെ മരണം നാട്ടുകാർക്കും വീട്ടുകാർക്കും വിശ്വസിക്കാനാവുന്നില്ല. ലണ്ടനിലെ ആശുപത്രിയിൽ നഴ്സായ രഞ്ജിത കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയ ശേഷം മടങ്ങിയത്. അത് അവസാന യാത്രയായി. നാട്ടിൽ സർക്കാർ ജോലി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നടപടികൾക്കായാണ് നാട്ടിലെത്തിയത്. ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിക്ക് അപേക്ഷ നൽകി ലണ്ടനിലെ ജോലി രാജിവെക്കാനായി പോയതായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അമ്മ തുളസിയും 10ാം ക്ലാസ് വിദ്യാർത്ഥി ഇന്ദുചൂടൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇതികയുമാണ് വീട്ടിലുള്ളത്. മരണവിവരം അറിഞ്ഞതോടെ നേതാക്കളും മന്ത്രിമാരും നാട്ടുകാരും അടക്കം നൂറുകണക്കിന് ആളുകൾ വീട്ടിലെത്തി കുട്ടികളെയും അമ്മയെയും ആശ്വസിപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് അറിഞ്ഞതിന് ശേഷമേ എന്തെങ്കിലും അധികമായിട്ട് പറയാൻ പറ്റും. അതെല്ലാം അവിടുന്ന് കളക്ടർക്ക് അതിനുള്ള ഇൻഫർമേഷൻ വരും. കളക്ടർ അതനുസരിച്ചായിരിക്കും അയക്കുന്നത്. അതെല്ലാം സപ്പോർട്ടും കിട്ടും. അതെ, ബാക്കിയുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാനിഫെസ്റ്റ് ഞാൻ കണ്ടു. എനിക്ക് മിനിസ്റ്റർ അയച്ചു തന്നു. ഒരു സർവൈവർ ഉണ്ടെന്നാണ് പറയുന്നത്. ഹെവിലി ബ്രൂസ്ഡ് ആണ്. നോക്കാം. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വരാതെ കൂടുതലായിട്ടൊന്നും പറയാനൊക്കത്തില്ല. സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് വെള്ളിയാഴ്ച രാവിലെ രഞ്ജിതയുടെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. കുട്ടികളെയും അമ്മയെയും ആശ്വസിപ്പിക്കുന്നതിനിടെ മന്ത്രി വീണ ജോർജും വിങ്ങിപ്പൊട്ടി. അവിടെ
വീടും നാടും കണ്ണീർ കയത്തിലാണെന്ന് വീണ ജോർജ് പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ രണ്ടും അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് വാസ്തവത്തിൽ രഞ്ജിത ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും അമ്മയും കുടുംബത്തെ ചേർത്ത് പിടിച്ച് സ്വപ്നങ്ങളുമായിട്ട് പോയത്. അതുപോലെ സർക്കാർ സർവീസ്, നമ്മുടെ ആരോഗ്യ പ്രവർത്തക കൂടിയാണ്. കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഓഫീസറായിരുന്നു രഞ്ജിത. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകും. ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മന്ത്രിമാരും സാമൂഹ്യ സാമുദായിക നേതാക്കളും രഞ്ജിതയുടെ വീട്ടിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രഞ്ജിതയുടെ ബന്ധുക്കൾ ഗുജറാത്തിലേക്ക് പോയി. DNA ടെസ്റ്റിന് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. 294 പേരുടെ ജീവനെടുത്ത ഗുജറാത്തിലെ മഹാദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളി ഓർത്തെടുക്കുന്നു 1976 മറ്റൊരു വിമാനാപകടം. ഈ അപകടത്തിൽ മരണപ്പെട്ടത് മലയാളിയുടെ പ്രിയപ്പെട്ട നടിയും നർത്തകിയുമായിരുന്ന റാണി ചന്ദ്രയും അവരുടെ കുടുംബവും. 1976 ഒക്ടോബർ 12 മുംബൈ സാന്താക്രൂസ് വിമാനത്താവളത്തിൻ്റെ അടുത്തുണ്ടായ വിമാനാപകടത്തിലായിരുന്നു കേരളം കണ്ട മികച്ച നടിമാരിൽ ഒരാളായ റാണി ചന്ദ്രയുടെ ജീവൻ പൊലിഞ്ഞത്. KG ജോർജ് സംവിധാനം ചെയ്ത സ്വപ്നാടനം എന്ന സിനിമയിലെ അഭിനയത്തിന് 1976 മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയിരുന്നു. 76 ഒക്ടോബർ 12 ഉണ്ടായ വിമാനാപകടത്തിൽ റാണി ചന്ദ്രയുടെ അമ്മയും 3 സഹോദരിമാരും മരിച്ചു. ഗൾഫിലെ നൃത്തപരിപാടിക്ക് ശേഷം മടങ്ങിയെത്തിയ ഇവർ മുംബൈയിൽ ഇറങ്ങി ഇന്ത്യൻ എയർലൈൻസിൻ്റെ മദ്രാസിലേക്കുള്ള വിമാനയാത്രയിലേക്ക് മാറി. പറന്നുയർന്ന വിമാനത്തിൽ തീപിടിച്ചു. അഗ്നിഗോളമായി താഴേക്ക് പതിക്കുകയായിരുന്നു. 1949 ചന്ദ്രൻ്റെയും കാന്തിമതിയുടെയും 6 മക്കളിൽ ഒരാളാണ് റാണി ചന്ദ്ര. ആലപ്പുഴയിലാണ് ജനനം. കസ്റ്റംസ് ക്ലിയറൻസ് ഏജൻ്റായ ചന്ദ്രൻ ജീവിതം ഫോർട്ട് കൊച്ചിയിലേക്ക് പറിച്ചു നട്ടപ്പോൾ റാണിയുടെ ജീവിതം പിന്നെ അവിടെയായി. എറണാകുളം സെൻറ്റ് തെരേസാസ് കോളേജിലായിരുന്നു പഠനം പൂർത്തിയാക്കിയത്. കേരളത്തിൽ ആദ്യമായി നടന്ന സൗന്ദര്യ മത്സരത്തിൽ മിസ് കേരളയായി തിരഞ്ഞെടുക്കുമ്പോൾ പ്രായം 17. പാവപ്പെട്ടവൾ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച് അവർ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മലയാളം, തമിഴ് തുടങ്ങിയ ഭാഷകളിലായി 70ഓളം സിനിമകളിൽ അഭിനയിച്ചു. 1976 ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിലും റാണി ചന്ദ്ര എത്തിയിട്ടുണ്ട്. ചേർത്തല ദേവീക്ഷേത്ര മൈതാനിയിലാണ് റാണി ചന്ദ്ര നൃത്തപരിപാടി അവതരിപ്പിച്ചതെന്ന് മുതിർന്നവർ പറയുന്നു. അതിനുശേഷം മാസങ്ങൾക്കുള്ളിൽ റാണി ചന്ദ്രയും കുടുംബവും വിമാനാപകടത്തിൽ മരണപ്പെട്ടു. റാണി ചന്ദ്രയുടെ കേരളത്തിലെ അവസാന നൃത്തവും ചേർത്തലയിലായിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രസിദ്ധമായ ആലപ്പുഴ നെഹ്റു ട്രോഫി ജലമേള ഓഗസ്റ്റ് 30 നടത്താൻ തീരുമാനം. ഇതിന് സർക്കാർ അനുമതി നൽകി. NDBR സൊസൈറ്റിയാണ് ഇത് സംബന്ധിച്ച തീരുമാനം നേരത്തെ എടുത്തിരുന്നത്. ഇതിന് ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയെന്ന് കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 30 തന്നെ നടത്താൻ തീരുമാനം. NDBR എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീയതി സംബന്ധിച്ചെടുത്ത തീരുമാനത്തെ സർക്കാർ എതിർക്കാത്തതിനെ തുടർന്ന് തീയതി അംഗീകരിക്കപ്പെടുകയായിരുന്നു. സ്റ്റാർട്ടിംഗ്, ഫിനിഷിംഗ് സംവിധാനങ്ങളുടെ ആശയങ്ങൾ 3 പേർ യോഗത്തിൽ അവതരിപ്പിച്ചു. അർജുന അവാർഡ് ജേതാവ് ക്യാപ്റ്റൻ സജി തോമസ് ഫിനിഷിംഗ് കുറ്റമറ്റതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. യുവശാസ്ത്രജ്ഞൻ മുഹമ്മയിലെ ഋഷികേശ് മെക്കാനിക്കൽ സ്റ്റാർട്ടിംഗ് സംവിധാനം അവതരിപ്പിച്ചു. മയൂരം ക്രൂയിസ് അധികൃതർ സ്റ്റാർട്ടിംഗ്, ഫിനിഷിംഗ് സംവിധാനങ്ങൾക്കുള്ള ഇലക്ട്രോണിക് സംവിധാനവും അവതരിപ്പിച്ചു. ഇവ പുന്നമടക്കായലിൽ പ്രായോഗികമായി പരീക്ഷണം നടത്തി ഏറ്റവും മികച്ചത് ഏതെന്ന് കണ്ടെത്തുന്ന ആശയം തിരഞ്ഞെടുക്കും. സ്റ്റാർട്ടിംഗ്, ഫിനിഷിംഗ് സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കുന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ RK കുറുപ്പ്, CK സദാശിവൻ, KK ഷാജു എന്നിവരടങ്ങിയ 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടും സബ് കളക്ടർ സമീർ കിഷൻ അവതരിപ്പിച്ചു. 2,51,18,725 രൂപ 20 പൈസയാണ് കഴിഞ്ഞ വർഷം വള്ളംകളിയുടെ വരുമാനം. ചെലവ് 2,80,39,328 രൂപയാണ്. 34,20,602 രൂപ കമ്മിയാണെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞു. മെയിൻ്റനൻസ് ഗ്രാൻറ്റും പ്രൈസ് മണിയും 2023 CBLൽ നിന്ന് 2 വള്ളങ്ങൾക്ക് നൽകാനുള്ള ബോണസും കൂടി നൽകണമെന്നും ഇതും കണക്കിൽ ഉൾപ്പെടുത്തണമെന്നുള്ള യോഗത്തിലെ നിർദ്ദേശം അംഗീകരിച്ചു. ഇതോടെ കമ്മി
61.5 ലക്ഷമായി ഉയർന്നു. യോഗത്തിൽ കളക്ടർ ആമുഖ പ്രസംഗം നടത്തി. പി ചിത്തരഞ്ജൻ MLA, ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ, നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, ADM ആശാ C. എബ്രഹാം, മുൻ MLAമാരായ CK സദാശിവൻ, KK ഷാജു, ചുണ്ടൻവള്ള ഉടമകളുടെ സംഘടനാ പ്രസിഡന്റ് RK കുറുപ്പ്, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു ബേബി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 30 തന്നെ നടത്തുമെന്നും കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളതെന്നും കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് മാസം 30 അതായത് ഓണത്തോടനുബന്ധിച്ച് തന്നെ നമ്മുടെ വള്ളംകളി നടത്താമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൺസെൻറ്റായിട്ട് ഗവൺമെൻറ് നൽകിയിരിക്കുകയാണ്. അത് ഗവൺമെൻറ് അത് ലഭ്യമാക്കുന്നുള്ളൊരു ഉറപ്പോട് കൂടി മുന്നോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാവുന്ന കഴിഞ്ഞ വർഷം നമുക്ക് ചില ഫിനിഷിംഗായിട്ട് നമുക്ക് ചില അപാകതകൾ ഉണ്ടായതെല്ലാം മനസ്സിലാക്കുന്നു. ഇതേ തുടർന്ന് നമ്മൾ ചില കറക്റ്റീവ് മെഷേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് 2 കാര്യങ്ങളാണ് പ്രത്യക്ഷമായിട്ടുള്ളത്. ഒന്ന് സ്റ്റാർട്ടിംഗ് ഡിവൈസും അതോടൊപ്പം ഫിനിഷിംഗ് ഡിവൈസും. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഡിവൈസിൽ നമുക്ക് ഇതിനെ ഒരു കുറ്റമറ്റമായ രീതിയിൽ കൊണ്ടുപോകാൻ നോക്കണം. ഇതിനൊരു ടെക്നോളജി പ്രസൻറ്റേഷൻസ് ഇവിടെ നടത്തുകയുണ്ടായി. 2 ടീമുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസൻറ്റേഷൻ നടത്തുകയുണ്ടായി. ഈ പ്രസൻറ്റേഷനൊക്കെ വിളിച്ചതിൽ തന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ കൊണ്ട് തന്നെ ഫിസിക്കലായിട്ട് വീണ്ടും നമ്മൾ കായലിൽ തന്നെ വള്ളം കെട്ടി നിർത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കാര്യക്ഷമത പരിശോധിക്കാനുള്ള ക്രിയ കൂടി ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഫിനിഷിംഗ് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട് കരിച്ചൂർ ആവശ്യം വളരെ ഒരു 1001 മൈക്രോ സെക്കൻഡിലാണ് നമ്മളൊരു വ്യത്യാസം വന്നത്. അപ്പോൾ നമ്മുടെ ഈ ടീമുകളൊക്കെ കൂടുതൽ പ്രൊഫഷണൽ ആവുകയും കോമ്പറ്റീറ്റീവ് ആവുകയും ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടായിട്ട് നമുക്ക് അത് കുറ്റമറ്റ വേണ്ടിയിരിക്കും. അപ്പോൾ ഫോട്ടോ ഫിനിഷ് കൃത്യമായിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഒരു പരിഷ്കരണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ വള്ളംകളിക്ക് നമുക്കൊരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. ഫിനിഷിംഗ് പോയിന്റിൽ നമുക്ക് വർഷങ്ങളായിട്ടുള്ളൊരു ഒരു സിസ്റ്റമാണ്. നമുക്ക് ഒരു പോൾസ് ഒരു 4 ട്രാക്ക് ആണെങ്കിൽ 5 പോളുകൾ അതായിരിക്കും ഒരുപക്ഷെ വള്ളക്കാരത് ഫിനിഷിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഒരു ഇമാജിനറി ലൈനൂടെ ഇതിനോട്ടോട് ചേർത്ത് വെച്ച് പിടിച്ചുകൊണ്ട് നമ്മളൊരു ക്രമീകരണമാണ് ചെയ്യുന്നത്. ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ കനോക്കിംഗ് കയാക്കിങ്ങിലൊക്കെ ഇൻ്റർനാഷണൽ ഒളിമ്പിക്സിൽ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മൾ അത് പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല നഗരസഭയുടെ ആനതറ വേളിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇനി മുതൽ ഹരിതോദ്യാനം എന്ന പേരിൽ അറിയപ്പെടും. മുൻ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ നാമകരണ പ്രഖ്യാപനം നിർവഹിച്ചു. ചേർത്തല നഗരസഭയുടെ ആനതറ വേളിയിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രം ഇനി മുതൽ ഹരിത ഉദ്യാനം എന്ന പേരിൽ അറിയപ്പെടും. ആനതറ വേളിയിലെ ശുചിമുറി മാലിന്യ പ്ലാന്റ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ നാമകരണ പ്രഖ്യാപനം നിർവഹിച്ചു. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ കേരളം നമ്പർ 1 4 വർഷമായിട്ട് നമ്മൾ നമ്പർ 1 ആയിട്ട് നിൽക്കുക. പക്ഷെ നമ്പർ 1 ആയിട്ട് നിൽക്കുകയാണെങ്കിലും ഈ ഓരോ വികസന ലക്ഷ്യത്തിൻ്റെ ബന്ധപ്പെട്ടിട്ട് അവർ ഓരോരോ ചെറിയ പോയിന്റുകളുണ്ട്. എന്തിലൊക്കെ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് താരതമ്യപ്പെടുത്തും. അത് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ദ്രവമാലിന്യ സംസ്കരണത്തിൻ്റെ രംഗത്ത് നമ്മൾ നമ്പർ 1 ഒന്നുമല്ല. നമ്മൾ 30 സംസ്ഥാനങ്ങളിൽ 28ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഏറ്റവും മോശപ്പെട്ട നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ കേരളം ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ദ്രവമാലിന്യ സംസ്കരണത്തിലാണ്. ദേശീയ ശരാശരി 55%, നമ്മൾ 3%. എൻ്റെ ഈ 3% 2 നഗരസഭകളുടെ ഇത് വെച്ചുകൊണ്ടാണ്. അതും കൂടി കൊണ്ടാണ് ചേർത്തല എന്നുള്ള നഗരസഭയിൽ ഇങ്ങനെ ഒരു പ്ലാന്റ് വരുന്നത്. നിങ്ങൾ ഭയങ്കര പാത്ത് ബ്രേക്കറാണ്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ സെക്രട്ടറി TK സുജിത്ത് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി, AS സാബു, ഏലിക്കുട്ടി ജോൺ, കൗൺസിലർമാരായ ആശ മുകേഷ്, ലിസി ടോമി, CDS ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P ജ്യോതിമോൾ, CPM ഏരിയ സെക്രട്ടറി B വിനോദ്, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് ME രാമേന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ആനതറവെളിയിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന് പുറമെ ഹരിതകർമ്മ സേനയുടെ മെറ്റീരിയൽ കളക്ഷൻ സെൻ്ററും നഗരസഭ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. നിലവിൽ പ്രവർത്തനം നിലച്ചിരിക്കുന്ന ഗ്യാസ് ക്രിമിറ്റോറിയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിച്ചു വരുന്നു. ഇവിടെ തന്നെ ആധുനിക രീതിയിലുള്ള വോൾട്ട് ടൈപ്പ് ശ്മശാനത്തിന് KC വേണുഗോപാൽ MP 15 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുന്ന സമുച്ചയത്തിനാണ് ശാരദാ മുരളീധരൻ നാമകരണം നടത്തിയത്. ടൈം ന്യൂസ് ചേർത്തല. ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നതിന് ചേർത്തല ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനം.
ആലപ്പുഴയിൽ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്നതിന് ചേലൊത്ത ചേർത്തല ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യാം. ചേർത്തലയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കക്കൂസ് മാലിന്യ സംസ്കരണത്തിന് ചേലൊത്ത ചേർത്തല ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തീരുമാനിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ആശാ വർക്കർമാർ എന്നിവരുടെ സേവനം ഇതിനായി പ്രയോജനപ്പെടുത്തും. ഹരിതകർമ്മസേന മുഖാന്തരം എല്ലാ വീടുകളിലും നോട്ടീസ് വിതരണം ചെയ്യാനും യോഗം തീരുമാനിച്ചു. ജൂൺ 30 വരെ കക്കൂസ് മാലിന്യം എടുക്കുന്ന വണ്ടികൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി രജിസ്റ്റർ ചെയ്യാം. കക്കൂസ് മാലിന്യം ശേഖരിക്കുന്നതിനുള്ള ഫീസ് 8000 രൂപയായി നിജപ്പെടുത്തുകയും ചെയ്തു. ഹൗസ് ബോട്ടുകളിൽ നിന്നും ശേഖരിക്കുന്ന ശുചിമുറി മാലിന്യം ചേർത്തലയിലെ സംസ്കരണ പ്ലാന്റിൽ സംസ്കരിക്കാനും തീരുമാനിച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KG ബാബു, FSTP ചേർത്തല മാനേജിംഗ് ഡയറക്ടർ രംഗനാഥൻ, മറ്റു ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ നഗരസഭയിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുവെന്ന് ആരോപണം. BJPയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പോലീസുമായി ഉന്തുതള്ളി. ആലപ്പുഴ നഗരസഭയിൽ 8000-ഓളം ഫയലുകൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ BJP പ്രവർത്തകർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. BJP ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്, പക്ഷേ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ടാണ് വിജിലൻസ് എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കാനുള്ള ശ്രമം എന്നുള്ള വ്യാജേന ഇന്ന് നഗരസഭാ അധ്യക്ഷ ഏതാണ്ട് 12ഓളം ഡിപ്പാർട്ട്മെന്റുകളുടെ ജീവനക്കാരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇതൊരു പ്രഹസനം മാത്രമാണ്. ഇത് വിജിലൻസ് പിടികൂടിയപ്പോൾ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട്, ഈ നാട്ടിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ടുള്ള നടപടി മാത്രമാണ്. ഈ പ്രശ്നത്തിലാണ്, അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി വളരെ ഗൗരവമേറിയ വിഷയം എന്നുള്ളതിൽ ഈ നഗരസഭാ പരിധിയിലുള്ള ഏതാണ്ട് 10,000-ഓളം ആളുകൾ ഇവിടെ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളിൽ അടിയന്തരമായ പരിഹാരം എന്ന പോലെ അടിയന്തരമായിട്ട് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ് ഈ സമരത്തിന്റെ. മുല്ലയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് R കണ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുമേഷ്, രാജലക്ഷ്മി, സെക്രട്ടറി രശ്മി പുഷ്കരൻ, ട്രഷറർ സനീഷ് കുമാർ, കൗൺസിലർമാരായ മനു ഉപേന്ദ്രൻ, സുമ, ഏരിയ പ്രസിഡന്റുമാരായ സുചിത്ര, മധു ചാലുങ്കൽ, അനീഷ്, രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥയും സൃഷ്ടിച്ചു. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാന സർക്കാർ നെൽ കർഷകരോട് കടുത്ത അവഗണന കാട്ടുന്നുവെന്ന് ആരോപണം. സർക്കാർ നയങ്ങൾക്കെതിരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുമെന്ന് നെൽ കർഷക സംരക്ഷണ സമിതി നേതാക്കൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സംസ്ഥാന ഭരണകൂടം വേണ്ട ഗൗരവത്തോടെ നോക്കിക്കാണുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ്. നാൾക്ക് നാൾ കേരളത്തിലെ നെൽ കാർഷിക മേഖല പ്രതിസന്ധികളിലേക്ക് കൂപ്പുകൂത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാർച്ച് 31 വരെ നെല്ല് സംഭരിച്ചവർക്ക് മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് SBIയുടെയും കാനറ ബാങ്കും വഴിയായിട്ട് തുക വിതരണം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നെല്ല് സംഭരിച്ച ആളുകളുടെ നെല്ലിന്റെ വില ലഭ്യമാക്കുന്നതിന് യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. എപ്പോൾ ഈ വില ലഭ്യമാകുമെന്നോ എന്താണ് ഇതിന്റെ അവസ്ഥയെന്നോ ഒരു ബന്ധപ്പെട്ട അധികാരികളും വ്യക്തമായി ഞങ്ങളോട് പറയുന്നില്ല. ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സ്കൂൾ തുറന്നിരിക്കുകയാണ്. രണ്ടാം കൃഷി ആലപ്പുഴ ജില്ലയിൽ മാത്രം ഏകദേശം 10,000 ഹെക്ടർ സ്ഥലത്ത് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും? അപ്പോഴാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പൊടുന്നനെ ഉണ്ടായിരിക്കുന്ന വെള്ളപ്പൊക്കവും. ഒരു രീതിയിലും നെൽ കാർഷിക മേഖല മുന്നോട്ട് പോകാൻ ആവാത്ത രീതിയിലാണ് സാഹചര്യങ്ങൾ. രണ്ടാം കൃഷിയുടെ നെല്ലിന്റെ വിത്ത് ലഭ്യമാക്കുന്നതിനെ പറ്റി യാതൊരു വ്യക്തതയില്ല. ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. പമ്പിങ്ങിന്റെ സബ്സിഡി ഇതുവരെയായിട്ടും പൂർണ്ണതോതിൽ കുടിശ്ശിക അടക്കം വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് നിലനിൽക്കണം. നെൽകർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട നിരവധി സമരങ്ങൾ നടത്തിയിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിലെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുമെന്നും അവർ പറഞ്ഞു.
രണ്ടാകൃഷിക്കും പുഞ്ചകൃഷിക്കുമുള്ള നെൽവിത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക, തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾ കാലേകുട്ടി പൂർത്തീകരിച്ച് വൃശ്ചിക വേലിയേറ്റത്തെ ചെറുക്കത്തക്ക രീതിയിൽ റെഗുലേറ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുക, ഓരുമുട്ടുകൾ ശാസ്ത്രീയമായി സ്ഥാപിക്കുക, കിഴിവ് കൊള്ള അവസാനിപ്പിക്കുക, കൈകാര്യ ചെലവ് പൂർണ്ണമായി സർക്കാർ ഏറ്റെടുക്കുക, നെല്ലിൻ്റെ വില ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും അവർ ഉന്നയിച്ചു. നെൽകർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി വി ജെ ലാലി, ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന്, കോർഡിനേറ്റർ ജോസ് കാവനാട്, വൈസ് പ്രസിഡന്റ് പി വേലായുധൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലാ പോലീസിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആലപ്പുഴ ജില്ലാ പോലീസും സംയുക്തമായി ആലപ്പുഴ ജില്ലയിലെ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി MB മോഹനചന്ദ്രൻ IPS ഉദ്ഘാടനം ചെയ്തു. ശില്പശാലയിൽ ആലപ്പുഴ DYSP MR മധുബാബു സ്വാഗതം പറഞ്ഞു. ജില്ലയിലെ SIമാർ മുതൽ DYSPമാർ വരെയുള്ള 100ഓളം പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. RBIയുടെയും മറ്റ് സൈബർ രംഗത്തുള്ള വിദഗ്ധരുടെയും ക്ലാസുകളും ഇതോടൊപ്പം നടന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രം വക ഭൂമി സംരക്ഷിക്കാൻ ഉപദേശക സമിതി രംഗത്ത്. ഗോസായി മേഖലയിലെ ഭൂമി കമ്പിവേലി കെട്ടി സംരക്ഷിച്ചു. മറ്റ് സ്ഥലങ്ങളിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടരുമെന്ന് ഉപദേശക സമിതി നേതാക്കൾ അറിയിച്ചു. ചേർത്തല നഗരത്തിലെ കയ്യേറ്റങ്ങൾക്കെതിരായ നടപടികളുടെ ഭാഗമായി ദേവസ്വം ഭൂമി സംരക്ഷിക്കുന്നതിന് ഇടപെടലുകളുമായി ചേർത്തല കാർത്യായനി ദേവീക്ഷേത്ര ഉപദേശക സമിതിയും രംഗത്ത്. ക്ഷേത്രത്തിന് സമീപം സംരക്ഷണമില്ലാതെ കിടന്നിരുന്ന ദേവസ്വം വക ഭൂമി വേലികെട്ടി സംരക്ഷിച്ചാണ് നടപടികൾ ആരംഭിച്ചത്. വർഷങ്ങളായി പ്രയോജനപ്പെടുത്താതെ കിടന്നിരുന്ന ഭൂമിയാണ് സംരക്ഷിച്ചിട്ടുള്ളത്. ഇവിടെ ക്ഷേത്രത്തിനായി പൂന്തോട്ടമൊരുക്കാനും പ്രാഥമിക ക്രമീകരണങ്ങൾ ആരംഭിച്ചു. ഒപ്പം ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പാളയ്ക്കായി അടയ്ക്കാമരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഉപദേശക സമിതി സെക്രട്ടറി അറിയിച്ചു. ക്ഷേത്രഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഉപദേശക സമിതി ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരള ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റീസ് എംപ്ലോയീസ് യൂണിയൻ CI2ൻ്റെ സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടക്കും. ജൂൺ 29-നാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പ്രവർത്തനങ്ങൾ തുടരുന്നു. സ്വാഗത സംഘം ഓഫീസ് മുൻ MB അഡ്വക്കേറ്റ് AM ആരിഫ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ഇരുമ്പുപാലത്തിന് സമീപത്താണ് സ്വാഗത സംഘം ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത്. മുൻ MB അഡ്വക്കേറ്റ് AM ആരിഫ് ഉദ്ഘാടനം ചെയ്തു. CI2ൻ്റെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന 29-ാം തീയതി ചേർത്തലയിൽ വെച്ച് മനോരമ കവലയിലെ BJP ഹാളിൽ വെച്ച് നടക്കുകയാണ്. CI2ൻ്റെ സംസ്ഥാന സെക്രട്ടറി അഖിലേന്ത്യാ നേതാവുമായ സഖാവ് എളമരം കരീമാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. CI2ൻ്റെ മറ്റ് ഭാരവാഹികളെല്ലാം സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിന് ആതിഥേയം അരുളുന്നതിന് വേണ്ടി ഇവിടെ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അഡ്വക്കേറ്റ് K പ്രസാദ് ചെയർമാനും സഖാവ് P ഷാജി മോഹൻ കൺവീനറുമായിട്ടുള്ള സംഘാടക സമിതിയാണ് പ്രവർത്തിക്കുന്നത്. സമ്മേളനത്തോടനുബന്ധിച്ച് വലിയ പ്രകടനവും സമ്മേളനവും ഒന്നുമില്ല. പ്രതിനിധി സമ്മേളനം മാത്രമാണുള്ളത്. എല്ലാ സർക്കാർ ആശുപത്രികളിലും താൽക്കാലികമായി ജോലി ചെയ്യുന്ന വിവിധ നിലവാരത്തിലുള്ള ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുക, ദീർഘകാലമായി സേവനം അനുഷ്ഠിക്കുന്നവരെ സ്ഥിരപ്പെടുത്തുക, അവർക്ക് മിനിമം വേതനമെങ്കിലും ഉറപ്പാക്കുക. പലയിടങ്ങളിലും മിനിമം വേതനം കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് അവരെല്ലാം സേവനമനുഷ്ഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സേവനമനുഷ്ഠിച്ചാലും മിനിമം വേതനം പോലും ചില സ്ഥലങ്ങളിൽ നിന്ന് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് പരിഹാരം കാണുക എന്നതാണ് ഈ സമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ P ഷാജി മോഹൻ സ്വാഗതം പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി B വിനോദ്, S ഉമയമ്മ, AS സാബു, VA പരമേശ്വരൻ, KP പ്രതാപൻ, ലത തമ്പി, PS ഗോപി, ME കുഞ്ഞുമുഹമ്മദ്, K അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ജൂൺ 29 ഞായറാഴ്ചയാണ് സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടക്കുന്നത്. ചേർത്തല BTIM ഹാളിൽ നടക്കുന്ന സമ്മേളനം CI2 സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. മുൻ MLA A പ്രദീപ് കുമാർ അധ്യക്ഷനാവും. 14 ജില്ലകളിൽ നിന്നായി 310 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വയലാർ പഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൈടെക് അംഗൻവാടി പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹൈടെക് അംഗൻവാടി നിർമ്മിച്ചത്.
വയലാർ പഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൈടെക് അംഗൻവാടി പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വയലാർ പഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൈടെക് അംഗൻവാടി സജ്ജമാക്കിയത്. 5-ാം വാർഡിലെ 189-ാം നമ്പർ ഹൈടെക് അംഗൻവാടിയുടെ ഉദ്ഘാടനം ചേർത്തല MLA കൂടിയായ മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. വീട് വിട്ട് ആദ്യം മറ്റൊരിടത്തേക്ക് ചെല്ലുന്നത് ഈ അംഗനവാടിയിലേക്കാണ്. ആദ്യത്തെ ആ കുഞ്ഞിൻ്റെ ഒരു സ്കൂൾ പ്രവേശനം എന്നൊക്കെ പറയുന്നത് പോലെ കുഞ്ഞ് ആദ്യം രണ്ടാമത്തെ ഒരു വീടിനെ ഉൾക്കൊള്ളുന്നത് ഈ അംഗനവാടിയാണ്. അതുവരെ അവനല്ലേ അവൾക്ക് അവരുടെ വീടാണ്. ആ വീടാണ് എപ്പോഴും നമ്മുടെ ഒന്നാമത്തെ പരിഗണന. അംഗനവാടികൾക്ക് തന്നെ വേണം. ആ അംഗനവാടി കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമാവണം. കുഞ്ഞിന് പോകണമെന്ന് തോന്നണം. അംഗനവാടിയിൽ പോകുന്ന അവസരത്തിൽ കുഞ്ഞിനെ ഞാൻ പോകുന്നില്ല എന്ന് ആ കുഞ്ഞിന് തോന്നിയാൽ ആ കുഞ്ഞിന് അതിനകത്ത് എന്തോ ഒരു താല്പര്യക്കുറവുണ്ടെന്നാണ് അർത്ഥം. നമ്മൾ പിടിച്ച് വലിച്ച് ബഹളം വെച്ച് അങ്ങനെ കൊണ്ടുപോകുന്നതിനപ്പുറത്തേക്ക് കുഞ്ഞിന് താല്പര്യം ജനിക്കണം. കുഞ്ഞിന് താല്പര്യം ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്താ? നമ്മുടെ ഇടപെടലാണോ, നമ്മുടെ പെരുമാറ്റമാണോ, ആ കെട്ടിടത്തിൻ്റെ മോശമാണോ, അവിടെ നമ്മൾ കളിക്കാൻ സൗകര്യമൊന്നും ഇല്ലാത്തതാണോ ഒക്കെ നോക്കണ്ടേ. കെട്ടിടം മാത്രമായതുകൊണ്ട് മാത്രം സ്മാർട്ട് ആവുന്നില്ല. സ്മാർട്ട് ആവണമെങ്കിൽ അവിടുത്തെ പ്രവർത്തികൾ മൊത്തത്തിൽ സ്മാർട്ട് ആവണം. കുഞ്ഞിന് കളിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. അല്ല കുഞ്ഞിനെ ഇപ്പം തന്നെ മൊത്തം പഠിച്ച IAS പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന തരത്തിലൊക്കെ എല്ലാവരും ധരിച്ച് ഇപ്പോഴേ അല്ലല്ല. അംഗനവാടി എന്ന് പറഞ്ഞാൽ ജയിലായിട്ടും കണക്കാക്കുന്ന ആൾക്കാരുണ്ട്. അംഗനവാടി എന്ന് പറഞ്ഞാൽ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ പൊതുവിലും കേൾക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ കേട്ടു പള്ളിക്കൂടം തുറന്നാൽ മതി 2 എണ്ണത്തിന് ഇങ്ങോട്ടങ്ങ് അയക്കാറുണ്ട്. എന്തൊരു ശല്യമാണിത്. നമ്മുടെ വീട്ടിൽ നമുക്ക് തോന്നുന്ന ശല്യം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കുഞ്ഞിനെ അയക്കുന്ന എന്തോ ഒരു ജയിലാണെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കൂട്ടുന്നത് അങ്ങനെയാണ്. പള്ളിക്കൂടം എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നു കിട്ടിയാൽ മതിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞു. വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MG നായർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഇന്ദിര ജനാർദ്ദനൻ, UG ഉണ്ണി, ബീന തങ്കരാജ്, പഞ്ചായത്ത് അംഗങ്ങളായ രതി അജയകുമാർ, വിനീഷ്, ഷെരീഫ്, കവിത ഷാജി, അജിത്ത്, ലിഷ്ണ പ്രസാദ് എന്നിവർ ആശംസകൾ നേർന്നു. വിമൽ ജോസഫ്, ജെയിംസ് എബ്രഹാം, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ICDS സൂപ്പർവൈസർ മോനിഷ നന്ദി പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. ടൈം ന്യൂസ് ചേർത്തല. പെരുമ്പളം വിള ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും കൃഷിഭവൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി പ്രസാദ്. പെരുമ്പളത്തിന് ഒരു കേര ഗ്രാമം അനുവദിക്കുന്നതായി നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഞാൻ പറയുന്നു. പെരുമ്പളത്തിൻ്റെ പ്രത്യേകത നമുക്ക് പെരുമ്പളത്തിന് പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ കേരളാഗ്രോ എന്നുള്ള ബ്രാൻഡിൽ നമുക്ക് പുറത്ത് വിൽപ്പന നടത്താൻ കൊണ്ടുപോകാം. നമുക്കൊക്കെ സഹായിക്കാം. അങ്ങനെ കൃഷിക്കൂട്ടങ്ങൾ നിശ്ചയിക്കണം. ആര് തേങ്ങ സംഭരിക്കും, ആര് അതിൻ്റെ ഇത് വെളിച്ചെണ്ണ ആക്കും, അല്ലെങ്കിൽ കൊപ്രയാക്കും, ആരത് വെളിച്ചെണ്ണയാക്കും. വെളിച്ചെണ്ണയുടെ ഒരു മില്ലൊക്കെ സ്ഥാപിക്കാനുള്ള പൈസ ഞങ്ങൾ തരാം. ഇതൊന്നും വരുന്നത് അങ്ങനെ പൈസ ഉണ്ടാകുമ്പോൾ താടിക്കൈയും കൊടുത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഐശ്വര്യമായിട്ടിരിക്കുക. ഇതൊക്കെ നടക്കുമോ വേണ്ടി ഇങ്ങനെ താടിക്കൈയും കൊടുത്തിരിക്കുക. നടക്കും. അതിനുള്ള പൈസ അതിന് കൊടുക്കൂലേ? അതിനുള്ള പൈസ തരും. കേരഗ്രാമം അതിനോട് തരാൻ പൈസ തരാം നിങ്ങൾക്ക്. പെരുമ്പളം കൃഷിഭവൻ വിള ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും നവീകരിച്ച കൃഷിഭവൻ മന്ദിരത്തിൻ്റെയും കാർഷിക കർമ്മസേന ഓഫീസിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരഗ്രാമം പദ്ധതി പഞ്ചായത്തിൽ നടപ്പാക്കുന്നത് വഴി നാളികേര കർഷകർക്ക് കൃഷിവകുപ്പിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കും. പെരുമ്പളം ബ്രാൻഡ് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പദ്ധതി വഴി വിപണിയിൽ ഇറക്കണം. അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും കൃഷിവകുപ്പ് ഉറപ്പാക്കും. പോഷകസമൃദ്ധമായ ഭക്ഷണക്രമം അനുസരിച്ചുള്ള ഉൽപ്പാദനം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനായി എല്ലാ പഞ്ചായത്തുകളിലും ഫുഡ് ക്ലബ്ബുകളും വാർഡ് അടിസ്ഥാനത്തിൽ കൃഷിക്കൂട്ടങ്ങളും രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പെരുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് BB ആശ അധ്യക്ഷത വഹിച്ചു. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പിളി, MN ജയകരൻ, ശ്രീമോൾ ഷാജി, സരിത സുജി, കുഞ്ഞൻ തമ്പി, ശോഭനകുമാരി, GV റെജി, വർഷ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. റിട്ടയർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുമോൻ സക്കറിയയുടെ നേതൃത്വത്തിൽ വിള പരിപാലനം എന്ന വിഷയത്തിൽ പഠന ക്ലാസും നടന്നു. കാർഷിക വികസന വകുപ്പ് അനുവദിച്ച 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വിള ആരോഗ്യ കേന്ദ്രം പൂർത്തിയാക്കിയത്. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ അനുവദിച്ച 8.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കൃഷിഭവൻ നവീകരിച്ചത്. ഈ കെട്ടിടത്തിൽ തന്നെയാണ് കാർഷിക കർമ്മസേനയുടെ ഓഫീസും സജ്ജമാക്കിയിട്ടുള്ളത്. ടൈം ന്യൂസ് പെരുമ്പളം.
ചേർത്തല സർവീസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും ഓട്ടംതുള്ളലും സംഘടിപ്പിച്ചത്. ചേർത്തല സർവീസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ എക്സൈസ് വകുപ്പുമായി ചേർന്ന് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി ജയരാജ് ഓട്ടംതുള്ളലോടുകൂടി ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി. വനിതാ സിവിൽ എക്സൈസ് ഓഫീസറും ചേർത്തല റേഞ്ച് വിമുക്തി മിഷൻ കോർഡിനേറ്ററുമായ എസ് ശ്രീജ ലഹരിവിരുദ്ധ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് PA അബ്ദുൽ സലാം അധ്യക്ഷനായി. സർവീസ് ക്ലബ്ബ് പ്രസിഡന്റ് P ഷാജു ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ട്രഷറർ CD ചന്ദ്രൻ ആശംസ നടത്തി. ക്ലബ്ബ് സെക്രട്ടറി KB സത്യപാലൻ സ്വാഗതവും പ്രഥമാധ്യാപിക R ബിന്ദു നന്ദിയും പറഞ്ഞു. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരണപ്പെട്ടവർക്ക് യോഗം ആദരാഞ്ജലിയും അർപ്പിച്ചു. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. 294 പേരുടെ മരണത്തിനിടയാക്കിയ ഗുജറാത്തിലെ ആകാശ ദുരന്തം, വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത നായരുടെ പത്തനംതിട്ടയിലെ വീട്ടിലും നാട്ടിലും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. അമ്മയെയും പറക്കമുറ്റാത്ത മക്കളെയും ആശ്വസിപ്പിക്കാനാവാതെ നാട്ടുകാർ. 294 പേരുടെ ജീവൻ പൊലിഞ്ഞ മഹാദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1976 വിമാനാപകടത്തെ ഓർത്തെടുക്കുകയാണ് മലയാളികൾ. നടിയും നർത്തകിയുമായിരുന്ന റാണി ചന്ദ്രയും കുടുംബവും മരണപ്പെട്ടത് 76 വിമാനാപകടത്തിൽ. പ്രസിദ്ധമായ ആലപ്പുഴ നെഹ്റു ട്രോഫി ജലമേള ഓഗസ്റ്റ് 30 തന്നെ നടത്താൻ തീരുമാനം. NDBR സൊസൈറ്റിയുടെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്നാണ് തീയതിയിൽ വ്യക്തതയായത്. ചേർത്തല നഗരസഭയുടെ ആനനിറവേളിയിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രം ഇനി മുതൽ ഹരിത ഉദ്യാനം എന്ന പേരിൽ അറിയപ്പെടും. മുൻ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ നാമകരണ പ്രഖ്യാപനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭയിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുവെന്ന ആരോപണം BJP പ്രവർത്തകർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിനിടെ പോലീസുമായി ഉന്തുതള്ളു. സംസ്ഥാന ഗവൺമെൻറ് നെൽകർഷകരോട് കടുത്ത അവഗണന കാട്ടുന്നുവെന്ന ആരോപണം. നെൽകർഷക സംരക്ഷണ സമിതി നിലമ്പൂരിൽ സർക്കാരിനെതിരെ പ്രചരണം നടത്തുമെന്ന് ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.